വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി അമ്മയുടെ ചിക്കൻ കറി റെസിപ്പിയാണ്. അമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. കടുവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചെറിയ ഉള്ളിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അമ്മ എപ്പോഴും ചിക്കൻ കറി വെച്ചാലും ചെറിയ ഉള്ളി ഇടാതിരിക്കില്ല കേട്ടോ. അത്രയും കുറവ് ചെറിയ ഉള്ളി അപ്പോഴും കുറവാണെങ്കിൽ മാത്രം ഇടത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടേ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എളുപ്പത്തിന് സവാള മാത്രം ഇട്ടുണ്ടാക്കും. പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും ചെറിയ ഉള്ളി അമ്മ ഇടും. അപ്പോൾ 6 ചെറിയ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ 100 രൂപയ്ക്ക് 4 കിലോ ഒക്കെ കിട്ടുന്ന സവാളയല്ലേ, ആ സൈസിന് ഒരു 6 എടുത്തിട്ടുണ്ട്. ഒരു പിടിക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഇടയ്ക്കൊക്കെ നീക്കി കൊടുക്കണം. നമ്മൾ ഗ്യാസിലാണെങ്കിൽ തീയും നീക്കണ്ട ഒന്നും നീക്കണ്ടല്ലേ. പക്ഷേ വിറകടുപ്പിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തീ കത്തുന്നുണ്ടോ, നമ്മൾ അടുപ്പിൽ വിറകൊക്കെ നീക്കണം അല്ലേ. അപ്പോൾ അമ്മ ചിരട്ടയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരട്ട ഒന്നും കളയാറില്ല. ഇപ്പോഴും വെച്ച അടുപ്പാണ് കേട്ടോ. ഈ അടുപ്പിൽ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചാലേ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാനും കളയത്തില്ല. വീട്ടിലും ഈ അടുപ്പാണ് കേട്ടോ, സ്റ്റീൽ അടുപ്പാണ്. അപ്പോൾ സവാളയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരി വടിക്കുകയാണ് കേട്ടോ. അമ്മ രാവിലെ തലേദിവസത്തെ ചോറ് ഊറ്റി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വന്ന ഉടനെ അരി അടുപ്പിൽ ഇട്ടു കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചമ്പാവരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കഞ്ഞോളം ഇതേപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഊറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ കഞ്ഞോളം കളയാറില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇവിടെയും ഞാനും കളയാറില്ല. ഞാനും എടുത്ത് വയ്ക്കുക കേട്ടോ കഞ്ഞോളം. അപ്പോൾ കഞ്ഞോളം അരി വടിച്ച ഉടനെ ഒരു കപ്പിൽ കോരി വയ്ക്കും ഞാൻ. എന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോഴേ അതെടുത്ത് കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുടിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം സവാളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളൊക്കെ എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ വെച്ച അടുപ്പും ഇപ്പോൾ കെട്ടിയ അടുക്കളയാണ് കേട്ടോ. ഫൗണ്ടേഷൻ വരെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ കെട്ടിയതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വരും. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുമ്പോഴേ അതിൽ കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഫസ്റ്റ് അമ്മ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് സവാള ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അമ്മ കൈക്കട കൊണ്ട് പിടിച്ചാണ് ഇളക്കുന്നത്. പക്ഷേ ഇത് അടുപ്പിൽ ഈ പാത്രം വയ്ക്കുമ്പോൾ ചറുകി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൈക്കട കൊണ്ട് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞു പോകാതെ. അടുപ്പിലാവുകൊണ്ട് തീ കണലായിട്ടുണ്ട്. ഈ അടുപ്പിൽ കണലായാൽ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കാലൊന്നും വെട്ടാറില്ല. അപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചാലും നമ്മളിവിടെ ചിക്കൻ വാങ്ങിച്ചാലും ചിക്കൻ്റെ കാലൊന്നും വെട്ടാറില്ല. കേശുവിനും ലച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ്റെ കാല്. അപ്പോൾ വച്ചതായിരുന്നാലും ഫ്രൈ ചെയ്തതായിരുന്നാലും ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ചിക്കൻ്റെ കഷ്ണത്തിലും മുളകും മല്ലിപ്പൊടിയും എല്ലാം ഒക്കെ മിക്സ് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് വെള്ളം വീത്തി കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ജാറിൽ കുറച്ച് വെള്ളം വീത്തിയതിന് ശേഷം വീത്തി കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അതിനുശേഷം ലാസ്റ്റ് കുറച്ച് ഉപ്പും ഇട്ട് വെള്ളവും കൂടെ വീത്തി കൊടുത്ത് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്താണ് വെള്ളം വീത്താൻ പറഞ്ഞത് ഗൈസ്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വീത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചിക്കൻ നന്നായിട്ട് വേകുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം വീത്തി കൊടുത്തു. അപ്പോൾ അടുപ്പിൽ വെച്ച് ആദ്യം വെച്ച വിറകൊക്കെ തീർന്നു. ഇനി അടുത്ത് രണ്ടാമത് വിറക് കയറ്റിയാലേ നമ്മൾ ചിക്കൻ കറി വേഗത്തുള്ളൂ. അപ്പോൾ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു തുടങ്ങി കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ തിളച്ചതേ ഉള്ളൂ, വെന്തിട്ടില്ല. അപ്പോഴും നോക്കിയപ്പോഴാണ് നമ്മൾ ഗ്രില്ലിൽ ആരോ ഇരിക്കുന്നു. നോക്കിയപ്പോൾ ഓന്താണ് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഈ സൈഡിലിരിക്കുന്ന ആ കമ്പീര സൈഡിലാണ് കേട്ടോ. പിന്നെ അമ്മ ഒരു തുറപ്പ് എടുത്ത് തട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ചിക്കൻ കറി മാറി ഓന്ത് കറി കൂട്ടേണ്ടി വരും. അപ്പോൾ ആ ചിക്കൻ കറി വേവുന്ന സമയത്ത് അമ്മ ചായ ഇട്ടേട്ടാ. അങ്ങനെ ചായയും ചിപ്സും കൂടെ കഴിക്കുകയാണ്. ചിപ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നെടുമങ്ങാട് പോയപ്പോൾ ഒരു 4 ഏത്തക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 30 രൂപയ്ക്ക് കേട്ടോ. അത് അമ്മ ചിപ്സ് ഉണ്ടാക്കി ഒരു പാത്രത്തിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിപ്സും ചായയും കൂടെ കുടിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നോക്കുന്നത് TV ആണ് കേട്ടോ. എന്തെങ്കിലും കഴിക്കുമ്പോൾ TV ഒക്കെ ഇട്ടേക്കണ കാണുകയാണെങ്കിൽ നമ്മൾ TV-യിൽ നിന്ന് കണ്ണെടുക്കത്തില്ല. കഴിക്കുകയും ചെയ്യും, TV കാണുകയും ചെയ്യും അല്ലേ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് നോക്കി കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ ചിക്കൻ കാലും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ 2 പേര്. അപ്പോൾ ഫാൻ അവിടെ ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ്റടിച്ച് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയാണ് ക്യാഷ് കയ്യിൽ ഇതുപോലെ പൊക്കി പിടിക്കുന്നത് കേട്ടോ ചിക്കൻ. അങ്ങനെ അവർ ചിക്കനൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കറി ഒരു പാത്രത്തിൽ കോരി വീട്ടിൽ വന്നു. അവിടെ വീട്ടിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ വന്ന് മല്ലിയിലയും കൂടെ ഇട്ട് രാത്രി ചോറൊക്കെ ഉണ്ട്